ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശമാവൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് റവ ഇട്ടെടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ചെറിയ തരിയായാലും വലിയ തരിയായാലും ഒന്നും കുഴപ്പമില്ല, ഏത് റവയും നമുക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് കപ്പ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടെടുക്കുക. 1 ഗ്ലാസ് റവക്ക് 1/2 ഗ്ലാസ് തൈര് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് റവക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ചേർക്കാനായിട്ട് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഊത്തപ്പത്തിന് ആ ഒരു പുളിപ്പായിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അത് ദോശമാവിൻ്റെ ആ ഒരു പുളി അത്രയും പാടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും റവയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു അളവ് നിങ്ങൾക്ക് ഒരു 2 ആൾക്ക് കഴിക്കാനുള്ള അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റവയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളമാണ്, വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. നമുക്ക് ദോശമാവിൻ്റെ അത്രയും കട്ടിയിലാണ് നമ്മളിത് കലക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിനാണ് അളക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി കുറച്ച് എന്തെങ്കിലും കൂടുതലോ കുറവായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശെ ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി. ആ ഒരു കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ വെള്ളം ചേർക്കണ്ടല്ലോ. അത്രയും വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കട്ടെ. നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിക്കോട്ടെ. നമ്മൾ ഈ മാവൊന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് റവ ആയത് കാരണം തന്നെ കുറച്ചും കൂടെ ബാറ്റർ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റവ ആയത് കാരണം തന്നെ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസാണെങ്കിലും ഒരു കുറച്ച് സമയം മാവ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ അപ്പസോഡ, അപ്പക്കാരം എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി, കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മാവ് വെക്കണ്ട കേട്ടോ. സോഡ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാവ് റെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സോഡ ചേർത്തിട്ട് വെക്കരുത് കേട്ടോ. ഇനി ഒരു തവ ചൂടാക്കിയിട്ട് നമുക്ക് ഓരോ കയ്യിൽ മാവ് അതിൽ കോരി ഒഴിച്ചു കൊടുക്കുക. ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വലിയതാണെങ്കിൽ വലുതാക്കിയിട്ട് ദോശ പോലെ വേണമെങ്കിൽ പരത്തിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചുട്ടെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അരി അരക്കാതെ അരി വെള്ളത്തിലിടാനൊക്കെ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഉള്ളി അരിഞ്ഞതാണ്, സവാളയാണ് ചെറുതാക്കി അരിഞ്ഞത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ കുട്ടികൾക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും മസാലപ്പൊടികളൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ നമുക്കിതിൽ വരുത്താൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ബട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ചട്ടകം വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മറിച്ചിടുന്ന സമയത്ത് അതങ്ങോട്ട് തെറിച്ചു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് അമർത്തി കൊടുക്കണ്ട. അതിൽ പോകാത്തൊരു രീതിയിലാക്കിയിട്ട് പതുക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറച്ച് സമയം കൊണ്ട് തന്നെ ദോശ ചുട്ടെടുക്കുന്ന അത്രയും സമയം തന്നെ നമുക്കിതിനും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് അത്രയും നമുക്ക് ആ ഒരു ഭാഗം കൂടെ റെഡി ആവാൻ വേണ്ടി വരുള്ളൂ. അതും കൂടെ ആയാലും നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം.
അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചെയ്യട്ടെ. ഒരുപാട് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കനത്തിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കനം കുറച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതോടെ നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഓരോന്നും റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ഈ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ചീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അപ്പോൾ റവയൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ റവ നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാനും അതിനൊക്കെ ആവും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇത് ചട്നിയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.